കരിമിഴിയാളെ ഒരു കഥ പറയാം ഞാൻ നിനക്കൊരുത്തൻ കിഴക്കുതിച്ചേ. എൻ്റെ പാട്ട് കേട്ട് ആരും സ്കിപ്പ് ചെയ്ത് പോകണ്ടട്ടോ. ഇത് ഞാൻ ചെയ്തൊരു റീലാണ്, അത്യാവശ്യം റീച്ച് കിട്ടിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ആ വീഡിയോയുടെ ചുറ്റിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ണെഴുതിയത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ രേഷ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അന്ന് കണ്ണെഴുതിയ വീഡിയോ എൻ്റെ ഡ്രാഫ്റ്റിൽ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നത്തെയും പോലെ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഐടെക്സിൻ്റെ സാധാ ഐലൈനറാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐലൈനറാണിത്. ഇതും കൊണ്ട് ചെയ്താൽ സൂപ്പറായിരിക്കും, അടിപൊളിയായിരിക്കും. എൻ്റെ കണ്ണ് കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. അപ്പോൾ ഇപ്പോഴുള്ള എൻ്റെ കണ്ണ് കണ്ടില്ലേ എല്ലാവരും? ഇനി ഇത് മാറാൻ പോവാണ് കേട്ടോ. വാലും കോലൊക്കെ വരാൻ പോവാണ്. നമുക്കൊരു മീനിൻ്റെ കണ്ണാക്കി എടുക്കണ്ടേ, സൂപ്പറാക്കണ്ടേ കണ്ണ്. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കണ്ണ് ഭയങ്കര പ്രാധാന്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ലുക്ക് മൊത്തം നമ്മുടെ കണ്ണിലേക്കായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ണ് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഐ മേക്കപ്പ് സ്കിപ്പ് ചെയ്യാനേ പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ദേ മുകളിൽ എഴുതി കൊടുക്കുന്നുണ്ട്. തുടർന്ന് നേരെ ഒരു വിങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, ഒരു വാലിട്ട് കൊടുക്കുകയാണ്. ഇനി അതുപോലെ തന്നെ അതൊന്ന് അത്യാവശ്യം സെറ്റായി വന്നതിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ആ കോർണർ ഉണ്ടല്ലോ, ആ കോർണറും കൂടി നമ്മൾ സെയിം ഇതുപോലെ കുഞ്ഞൊരു വാലിട്ട് കൊടുക്കും കേട്ടോ. അതാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്, എൻ്റെ ഐ മേക്കപ്പ് എന്ന് പറയണത്. അതായത് സാധാ നമ്മൾ ഇത്ര എഴുതാറുള്ളൂ, അതിന് പകരം നമ്മൾ ആ ഒരു കോർണർ ഉണ്ടല്ലോ, ആ ഒരു കോർണറിൽ കൂടി ഒരു വാല് ചെറുതായിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ കണ്ണ് ഇത്തിരി നീളമുള്ള ഒരു ഫീൽ വരും കേട്ടോ. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ കാണുന്ന പോലെ ഈ ഒരു കോർണർ ഉണ്ടല്ലോ, അവിടെ ഒരു കുനുപ്പ് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യമൊന്നും ശരിയാവണമെന്നില്ല, പക്ഷേ ചെയ്ത് നിങ്ങളുടെ ശരിയാവും കേട്ടോ. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്, പരന്ന് കരിക്കൂറിയാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പക്ഷേ നമുക്ക് ഭംഗി വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. എൻ്റെ ചുണ്ടത്ത് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ, ഞാൻ അന്ന് കണ്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. ചുണ്ടത്ത് എന്തോ ഇരിക്കുന്നുണ്ടല്ലോ ഈശ്വര. ചുണ്ട് പോട്ടെ, കണ്ണാണല്ലോ ഇപ്പോഴത്തെ പ്രധാനം. അപ്പോൾ കണ്ടല്ലോ, അപ്പോൾ അടിയിലും ഇതേ ഒരു ഹാഫ് ആയിട്ട് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എനിക്കത് എത്രത്തോളം പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും, പ്രത്യേകിച്ച് ഗേൾസിന് എന്തായാലും മനസ്സിലാവും. അപ്പോൾ എന്താ ഫ്രണ്ട് ഭാഗത്തും അതുപോലെ തന്നെ ആ കണ്ണിൻ്റെ എൻഡിലും നമ്മൾ ഇത്തിരി ഒരു പകുതി ഭാഗത്തോളം എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ സുന്ദരിയിട്ട് ഞാൻ 2 കണ്ണും ഒപ്പിച്ചിട്ട് ഇതേ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതേ ഞാൻ മുടി എല്ലാം കൂടി മുന്നിലേക്ക് ഇട്ടിട്ട് സ്റ്റൈലാക്കാൻ നോക്കിയതാണ്. പക്ഷെ ആകെ കുളമായി, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു, എല്ലാം കൂടി പരന്ന് നാശമായി കേട്ടോ. അതായത് നമ്മുടെ ഐലൈനർ എഴുതിയിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്കെല്ലാം കുറച്ച് ഓവറാക്കിയാലും ഇതിൽ സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി എന്തായാലും കിട്ടി. അപ്പോൾ ഞാനതൊന്ന് തുടച്ചിട്ട് വരാം. അപ്പോൾ ദേ അതൊക്കെ തുടച്ച് കളഞ്ഞ് സുന്ദരി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷമാണ് നമ്മൾ ആ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. കരിമിഴിയാളെ ഒരു കഥ പറയാം ഞാൻ. നമ്മുടെ വാണി വിശ്വനാഥിൻ്റെ ചായ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ണ് സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കെല്ലാം കൂടി ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ ബൈ.